വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഒരു വട്ടം റെക്കോർഡ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ആയി പോയതാണ്. അപ്പോൾ പിന്നെയും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് കരുതിയാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. രുദ്രൻ ഒരു നിമിഷം ഞെട്ടി പുറകിലോട്ട് തിരിഞ്ഞു. ഗോവണിപ്പടിക്ക് താഴെ ബോധം മറഞ്ഞു കിടക്കുന്ന മുത്തശ്ശിയിലേക്ക് അവൻ്റെ കണ്ണുകൾ ഉടക്കി. അവനിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞു. വേഗതയോടെ രുദ്രൻ്റെ കാലുകൾ മുത്തശ്ശി കിടക്കുന്നിടത്തേക്ക് ചലിച്ചു. അമ്മുവിനോട് എന്തു പറ്റിയെന്നോ എന്താണെന്നോ ചോദിക്കാനുള്ള ഒരു നേരം അവനില്ലായിരുന്നു. മുത്തശ്ശിയെയും കൊണ്ട് അവൻ എളുപ്പത്തിൽ പുറത്തേക്ക് ഓടി. തൊട്ടടുത്ത നിമിഷം കൈലാസത്തെ മുറ്റത്ത് ദേവൻ്റെ കാർ വന്ന് നിന്നു. കാറിൽ നിന്നിറങ്ങിയ ദേവൻ കാണുന്ന കാഴ്ച കൈകളിൽ അമ്മയെയും താങ്ങി ഓടി വരുന്ന രുദ്രനെയാണ്. എന്താ കാര്യമെന്നറിയില്ലെങ്കിലും രുദ്രൻ്റെ വെപ്രാളവും ആനന്ദവല്ലിയുടെ അവസ്ഥയും കാണെ സംഭവം പന്തിയല്ലെന്ന് ദേവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്തുപറ്റി? അയാളുടെ ശബ്ദം വിറച്ചു. അച്ഛാ, ഡ്രൈവറോട് വേഗം വണ്ടി എടുക്കാൻ പറയൂ. രുദ്രൻ അലറുകയായിരുന്നു. ആനന്ദവല്ലിയെയും കൊണ്ട് ദേവൻ്റെ കാർ ഞൊടിയിടയിൽ കൈലാസത്തെ മുറ്റത്തു നിന്നും പുറത്തിറങ്ങി. തള്ള ചത്തുപോയാൽ മതിയായിരുന്നു, അമേയ കയ്യിലെ നഖം കടിച്ചുകൊണ്ട് ആത്മകഥം പറഞ്ഞു. എന്തായാലും ഇപ്രാവശ്യത്തേക്ക് രക്ഷപ്പെട്ടു, ബാക്കി വരുന്ന പോലെ കാണാം. അമ്മു നെഞ്ചിൽ കൈവച്ച് ശ്വാസം ആഞ്ഞൊന്ന് വലിച്ചു. നെടുവീർപ്പോടെ ഒന്ന് തിരിഞ്ഞു നോക്കിയ അമ്മു കാണുന്നത് തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന കാർത്തികയെയാണ്. അവളുടെ ഉള്ളിൽ ഒരു നിമിഷം കിടുങ്ങിപ്പോയി. താൻ മുത്തശ്ശിയെ തള്ളിയിട്ടത് അവൾ കണ്ടെന്ന് കാർത്തികയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അമ്മുവിന് വ്യക്തമാവുന്നുണ്ടായിരുന്നു. സാവിത്രി തൻ്റെ മുന്നിലേക്ക് വെച്ച ഭക്ഷണം ഗൗരി വീറോടെ തട്ടിമാറ്റി. ഇന്നേ വരെ ഭക്ഷണത്തെ ഗൗരി നിന്ദിച്ചിട്ടില്ല. അല്ലെങ്കിലും ഓരോ അരിമണിയുടെ വിലയും അവൾക്ക് നന്നായിട്ട് അറിയാം. വീട്ടിലെ ഒരേ ഒരു പെൺതരി ആയിരുന്നിട്ട് കൂടെ ഗൗതമിനേക്കാൾ കൂടുതൽ വീട്ടിലേക്ക് വേണ്ടത് അധ്വാനിച്ചു കൊണ്ടുവന്നിരുന്നത് ഗൗരി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ അന്നത്തെ ബഹുമാനിക്കാൻ തന്നെയാണ് ഗൗരി പഠിച്ചിരുന്നത്. പക്ഷെ അമ്മ ഇപ്പോൾ തരുന്ന ഭക്ഷണം ഭിക്ഷ പോലെയാണ് ഗൗരിക്ക് തോന്നിയിരുന്നത്. ജീവൻ നിലനിർത്താൻ മാത്രം തരുന്ന ഭക്ഷണം. അതിൽ സ്നേഹമോ സഹതാപമോ ഒന്നും കലർന്നിട്ടില്ല എന്നതാണ് വാസ്തവം. എത്ര ദിവസമായി ഇരുട്ട് നിറഞ്ഞ ഈ മുറിക്കുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം ഗൗതമും അമ്മയുമായുള്ള തർക്കങ്ങൾ. ഗൗതം ഇപ്പോഴും തൻ്റെ ഭാഗത്ത് തന്നെയാണ്. അവൾക്ക് താല്പര്യമില്ലാത്ത കല്യാണത്തിന് നിർബന്ധിക്കേണ്ടെന്ന് തന്നെയാണ് അവൻ്റെ നയം. പക്ഷെ അമ്മ അമ്പിനും വില്ലിനും എടുക്കുന്നില്ല. അമ്മയുടെ പക്ഷം ഗൗരിക്കും ഗൗതമിനും ഒരു നല്ല ജീവിതം ഉണ്ടാകണമെങ്കിൽ ഗൗരി രാജീവിനെ വിവാഹം കഴിക്കണമെന്ന് തന്നെയായിരുന്നു. രാജീവ് തനിക്ക് വേണ്ടിയുള്ള കുരുക്ക് മുറുക്കിക്കൊണ്ടാണ് ഈ വിവാഹത്തിന് മുന്നിട്ട് നിൽക്കുന്നതെന്ന് എത്ര പറഞ്ഞിട്ടും അമ്മക്കൊട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിലും അർഹിക്കാതെ കിട്ടുന്ന അംഗീകാരങ്ങളും പണവുമെല്ലാം ഒരാളെ ഇങ്ങനെ അന്ധനാക്കുമോ എന്നതായിരുന്നു ഗൗരിയുടെ സംശയം. ഗൗരി, നീ ഇതെന്ത് തെമ്മാടിത്തരായി കാണിക്കുന്നത്? സാവിത്രി അവൾ തട്ടിത്തെറിപ്പിച്ച് ചോറിലേക്ക് നോക്കിക്കൊണ്ട് പിറുപിറുത്തു. ഞാനാണോ അമ്മയാണോ തെമ്മാടിത്തരം കാണിക്കുന്നത്? പ്രായം തികഞ്ഞ മകള് മുറിക്കകത്തിട്ട് പൂട്ടി സ്വന്തം ആഗ്രഹം സാധിച്ചെടുക്കാൻ തുനിയുന്ന അമ്മയല്ലേ തെമ്മാടിത്തരം കാണിക്കുന്നത്? ഗൗരി അവർക്ക് നേരെ ചീറി. അത്രയധികം അവൾക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. തൻ്റെ കൈകൊണ്ട് ഒരു ചിത്രമോ കത്തോ ഇല്ലാതെ രുദ്രന് ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാൻ പോലും കഴിയില്ലെന്ന് ഗൗരിക്ക് ഉറപ്പുണ്ടായിരുന്നു. തന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ രുദ്രൻ ഭയപ്പെടുമെന്നും ഗൗരിക്ക് ഉറപ്പായിരുന്നു. 1-2 ദിവസം കത്തോ മറ്റോ വയ്ക്കാതിരുന്നാൽ തന്നെ അവന് വല്ലാത്തൊരു വെപ്രാളാണ്. തന്നെക്കുറിച്ചറിയാതെ ഉരുകി തീർക്കുന്നുണ്ടാകുമെന്നും രുദ്രൻ എന്ന് ഗൗരി വിശ്വസിച്ചു. പക്ഷെ പ്രിയപ്പെട്ടവൻ അവൻ്റെ ജാനകിയാണെന്ന് തെറ്റിദ്ധരിച്ച് തനിക്ക് പകരം മറ്റൊരാളെ കണ്ടെത്തിയത് അവൾ അറിഞ്ഞില്ല. അമ്മയെ എന്ന കളിക്കൂട്ടുകാരി തനിക്കുള്ള കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നും അവൾ അറിഞ്ഞതില്ല. അല്ലെങ്കിലും പലതും ഗൗരിയുടെ മാത്രം തെറ്റായിരുന്നു. പറയാൻ വൈകിച്ച പലതും അവളുടെ മാത്രം തെറ്റ് തന്നെ. നീ ഇവിടെ കിടന്ന് എത്ര അലറിയിട്ടും കാര്യമില്ല ഗൗരി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ വിവാഹം. അത് നിന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാനും എനിക്കറിയാം. ഞാൻ പറഞ്ഞത് നിനക്കൊന്ന് അനുസരിച്ചാൽ എന്താ? ഒന്നുമില്ലെങ്കിലും അച്ഛൻ മരിച്ചതിൽ പിന്നെ പറക്കാൻ പറ്റാത്ത നിന്നെയും ഗൗതമിനെയും കൊണ്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. സാവിത്രി, നിനക്കും വേണ്ടേ ഒരു ജീവിതം? നീയും ചെറുപ്പല്ലേ എന്ന് സകലരും എന്നോട് വന്ന് ചോദിച്ചിട്ടും ഞാൻ വേറൊരു ജീവിതം സ്വീകരിക്കാതിരുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. സാവിത്രി സ്വന്തം ഭാഗം ന്യായീകരിച്ചു. എന്തിനാ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചത്? ഞങ്ങൾ അപ്പോഴേ കഴുത്ത് ഞെരിച്ച് അങ്ങ് കൊന്നുകളയാമായിരുന്നില്ലേ? അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഗൗരിക്ക് തൻ്റെ ദേഷ്യം. ഗൗരി, സാവിത്രി ശാസനയോടെ വിളിച്ചു. അമ്മ അലറണ്ട. അമ്മ ഇങ്ങനെ നോക്കി വളർത്തി നിന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന കണക്കിൽ മക്കളിൽ ഒരുത്തിയാണ് അമ്മ അറവുമാടിനെ പോലെ രാജീവ് എന്ന കശാപ്പുകാരന് പിടിച്ചു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അതൊക്കെ നിന്റെ തോന്നലാ ഗൗരിയെ. അവൻ നിന്നെ പൊന്നുപോലെ നോക്കും, എനിക്കുറപ്പാ. രാജീവിൻ്റെ അഭിനയം കണ്ട് കണ്ണു മഞ്ഞളിച്ച അമ്മയോട് ഇനി എന്തു പറയാൻ? ഗൗരി മൗനം പൂണ്ടു. പക്ഷെ ചുണ്ടുകളിൽ ഉണ്ടായിരുന്ന പരിഹാസച്ചിരി മറക്കാൻ അവൾക്ക് കഴിഞ്ഞതുമില്ല. ഒരു നേരം പട്ടിണി കിടന്ന് വിചാരിച്ച് നിനക്കൊന്നും വരാൻ പോകുന്നില്ല ഗൗരി. എന്നെ നിഷേധിക്കുന്നതിനുള്ള ശിക്ഷ
ഒരു ദിവസം ഒരു നേരമെങ്കിലും നീ അനുഭവിക്കാതിരിക്കില്ല ഗൗരി. സാവിത്രി ശാസനയോടെ റൂമിൻ്റെ വാതിൽ വലിച്ചടച്ചു. ഗൗരി വെറും നിലത്തേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. രുദ്രനെ പറ്റിയുള്ള ചിന്തകൾക്കൊടുവിൽ അവൾ ആ തറയിൽ തന്നെ തളർന്നുറങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഓരോ ദിനരാത്രങ്ങളും അങ്ങനെയാണ് ഗൗരി തള്ളി നീക്കുന്നത്. കാർത്തികയും അമ്മ ഇന്ദിരയുമാണ് ഗൗരിയും രുദ്രനുമായുള്ള ബന്ധം രാജീവിന് ഒറ്റുകൊടുത്തതെന്ന് അമ്മയ്ക്ക് പുതിയ അറിവായിരുന്നു. ആദ്യമെല്ലാം കാർത്തിക അവളെ ഭീഷണിപ്പെടുത്തി. മുത്തശ്ശിയെ കൊല്ലാൻ നോക്കിയത് അവളാണെന്ന് രുദ്രനോട് പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നുവെങ്കിലും അമ്മു സമർത്ഥമായി തന്നെ അതൊന്നും തനിക്ക് ഏൽക്കില്ലെന്ന ഭാവത്തിൽ തന്നെ നിന്നു. താനാണ് അത് ചെയ്തതെന്ന് രുദ്രേട്ടനോട് പറഞ്ഞ രുദ്രൻ വിശ്വസിക്കില്ല എന്നായിരുന്നു അമ്മുവിൻ്റെ ഭാവം. മിക്കവാറും തള്ള തട്ടിപ്പോവും. അങ്ങനെയാണെങ്കിൽ സത്യങ്ങൾ തുറന്നു പറയാൻ കൈലാസത്തെ ആനന്ദവല്ലി ഇല്ലാത്തിടത്തോളം ഒരിക്കലും തന്നെ അവർ സംശയിക്കില്ല എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അത്രമാത്രം ഗൗരി എന്ന ജാനകിയെ രുദ്രൻ സ്നേഹിക്കുന്നുണ്ട്. അല്ല, അമ്മയെ എന്ന ഗൗരിയെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അവളുടെ ഉള്ളിൽ പുച്ഛം വിരിഞ്ഞു. രുദ്രനെ കൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തല്ലിയിറക്കിക്കും. കാർത്തിക അമ്മുവിന് നേരെ ചീറി. ഒന്ന് പോയേടി മോളെ, രുദ്രേട്ടൻ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി അമ്മു മറുപടി കൊടുത്തു. പിടിച്ചതിലും വലുതാണ് മടയിൽ എന്നൊരു ഭാവമായിരുന്നു കാർത്തികക്കും ഇന്ദിരക്കും. തങ്ങളുടെ ഭീഷണിയൊന്നും അമ്മുവിൻ്റെ അടുത്ത് വില പോയില്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഗൗരി ഒഴിവാക്കിയപ്പോൾ സകല കടമ്പകളും തീർന്നു എന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അമ്മയുടെ പെട്ടെന്നുള്ള ഈ കടന്നുവരവ് അവർ പ്രതീക്ഷിച്ചിട്ടു കൂടി ഉണ്ടായിരുന്നില്ല. എന്നെ എങ്ങനെ പുറത്ത് ചാടിക്കാം എന്നുള്ള ആലോചനയിലാണെങ്കിൽ അത് വേണ്ട. കാരണം അമ്മയെ രുദ്രനെ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഇനി അമ്മയെ തന്നെ തീരുമാനിക്കണം. ഭൂമിയിലുള്ള ആർക്കും ഇനി ഞങ്ങളെ പിരിക്കാൻ സാധ്യമല്ല, അമ്മു ഉറപ്പിച്ചു പറഞ്ഞു. ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ അമ്മയെ രുദ്രൻ തള്ളിപ്പറയുകയാണെങ്കിൽ തന്നെ ഒരിക്കലും രുദ്രൻ്റെ ഭാവി വധുവായി കാർത്തിക എന്ന നിന്നെ അയാൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. എനിക്ക് കിട്ടാത്തത് നിനക്കും കിട്ടണ്ട. അങ്ങനെ എൻ്റെ പേര് നിങ്ങൾ ഒറ്റിക്കൊടുക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം ഞാൻ ഗൗരിയെ സംബന്ധിച്ചുള്ള സകല സത്യങ്ങളും രുദ്രനോട് പറഞ്ഞു കൊടുക്കും. അമ്മയെ ഉറച്ച വാക്കുകളോടെ പറഞ്ഞു നിർത്തി. കാർത്തികയും ഇന്ദിരയും മുഖത്ത് അടി കിട്ടിയ പോലെ നിന്നു. ഒരു വിധമാണ് ഗൗരിയെ രാജീവിനെ കൊണ്ട് രുദ്രൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിപ്പിച്ചത്. ഇനിയിപ്പോൾ അമ്മയുടെ കാര്യം രുദ്രനോട് വെളിപ്പെടുത്തിയാൽ പൂർവാധികം ശക്തിയോടെ ഗൗരി തിരികെ രുദ്രൻ്റെ ജീവിതത്തിലേക്ക് തന്നെ വരുമോ എന്ന് അവർ ഭയപ്പെട്ടു. നിങ്ങൾ അങ്ങനെ പേടിക്കുകയൊന്നും വേണ്ട. ഒരുമിച്ച് നിന്നാൽ നിങ്ങൾക്കുണ്ട് ഗുണം. അമ്മയ കാർത്തികയുടെയും ഇന്ദിരയുടെയും വിളറിയ മുഖത്ത് നോക്കി അവസാനത്തെ ആണിയും അടിച്ചു. നീ ഇപ്പോൾ എന്തിനാണ് രുദ്രനെ തന്നെ വിവാഹം കഴിക്കാൻ നടക്കുന്നത് എന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ നാട്ടിൽ വേറെ ചെറുപ്പക്കാരില്ലാഞ്ഞിട്ടൊന്നുമില്ലല്ലോ. അവനെ വിവാഹം ചെയ്തില്ലെങ്കിൽ കൈലാസത്തിലെ സ്വത്തുക്കൾ നിങ്ങൾക്ക് കിട്ടില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അവൻ്റെ പിന്നാലെ മണപ്പിച്ച് നടക്കുന്നത്. അമ്മു വിളറി വെളുത്ത കാർത്തികയുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു. അതിന് നിനക്കെന്താടി? കാർത്തികക്ക് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്കൊന്നുമില്ല, എങ്കിലും ഞാൻ നിനക്ക് മുന്നിലേക്ക് 2 ഓപ്ഷൻ വെക്കുന്ന കാർത്തികയെ. നിനക്ക് വേണ്ടത് ആലോചിച്ച് തീരുമാനിക്കാം. നിനക്ക് രുദ്രേട്ടനെ വേണോ അതോ കൈലാസത്തെ സ്വത്തുക്കൾ വേണോ? രുദ്രൻ എന്നൊരു ഓപ്ഷനാണ് നീ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു കാലത്തും പൊന്നുമോളെ നിനക്കത് നേടിയെടുക്കാൻ കഴിയില്ല. രുദ്ര ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാലോ. ഇനിയിപ്പോൾ ഞാനല്ല രുദ്രേട്ടനെ സ്നേഹിക്കുന്നതെന്ന് നിങ്ങൾ പറഞ്ഞു പരുത്തി എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ രുദ്രൻ ഗൗരിയെ തേടിയിറങ്ങും. ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം അവനറിയും. രാജീവും നിങ്ങളും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതെല്ലാം എന്ന് രുദ്രൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വെച്ചേക്കില്ല. ചുരുക്കി പറഞ്ഞാൽ നിനക്ക് രുദ്രേട്ടനെ കിട്ടാനേ പോകുന്നില്ല. പകരം എന്നെ അനുസരിക്കുകയാണെങ്കിൽ രുദ്രേട്ടനെ നിനക്ക് കിട്ടിയില്ലെങ്കിലും കൈലാസത്തെ സ്വത്തുക്കൾ എന്നിട്ട് കൈവെള്ളയിൽ കൊണ്ടുതരും. ഇത് അമ്മുവിൻ്റെ വാക്കാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. അമ്മയ കൈകൾ മാറിക്കെട്ടി അല്പം നീങ്ങി നിന്നു. ഇനി അമ്മയും മോളും തീരുമാനിക്കട്ടെ എന്ന പോലെ ഇന്ദിരയും കാർത്തികയും കൂടെ നീണ്ട ചർച്ചകളിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ഉടനീളം. അവർ അമ്മയും മകളും തന്നെ പരസ്പരം ചളിവാരി അറിയുകയും പരിസരം മറന്ന് ഉപദേശിക്കുകയും തല്ലുപിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അമ്മ ഓർത്തുപോയി താനും തൻ്റെ അമ്മയും ഒക്കെ എത്ര ഭേദമാണെന്ന്. അതിലും വലിയ വിഷയങ്ങളാണ് കാർത്തികയും ഇന്ദിരയുമെന്ന് അമ്മുവിന് തിരിച്ചറിഞ്ഞിരുന്നു. ഇവരോട് നയത്തിൽ നിൽക്കുന്നത് തന്നെയാണ് തനിക്കിപ്പോൾ നല്ലതെന്ന് അമ്മ ഉറപ്പിച്ചു. അവസരം അടുത്തു വന്നു കഴിഞ്ഞ് കാലുവാരിയേക്കാം, അമ്മയ കുടിലതയോടെ ചിന്തിച്ചു. ചർച്ചകൾക്കും സംസാരങ്ങൾക്കും എല്ലാം ഒടുവിൽ കാർത്തികയും ഇന്ദിരയും അമ്മുവിൻ്റെ ഒപ്പം കൂടാൻ തന്നെ തീരുമാനിച്ചു. കാരണം അതല്ലാതെ അവർക്ക് മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. അമ്മയെ രുദ്രൻ സ്നേഹിച്ച പെൺകുട്ടിയല്ലെന്ന് തുറന്നു പറയുകയാണെങ്കിൽ പിന്നീട് രുദ്രൻ ഗൗരിയെ അന്വേഷിച്ചിറങ്ങും. അപ്പോൾ തങ്ങളും രാജീവും തമ്മിൽ നടത്തിയ കള്ളക്കളികളെല്ലാം വള്ളിയും പുള്ളിയും തെറ്റാതെ രുദ്രൻ അറിയും. വാശി അറിയാൽ രുദ്രൻ ഒരു തരം പിശാചാണ്. പിന്നെ അവനെ ഒതുക്കി നിർത്താൻ പാടായിരിക്കും. അതുകൊണ്ട് തന്നെ രുദ്രനെ ഒഴിവാക്കി കൈലാസത്തിലെ സ്വത്തുക്കൾ എന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയായിരുന്നു കാർത്തിക. അതല്ലാതെ വേറെ വഴിയില്ല.
രുദ്രനെ തനിക്ക് കിട്ടുകയാണെങ്കിൽ രുദ്രനും താനും എന്നേക്കുമായി ഇവിടം വിട്ടു പോകുമെന്നും പിന്നെ ദേവനെ പാട്ടിലാക്കി എങ്ങനെയെങ്കിലും സ്വത്തുക്കൾ കൈക്കലാക്കണമെന്നും അവരോട് നിർദ്ദേശിച്ചു അമ്മു. അതിനുള്ള അവസരമെല്ലാം തന്നെക്കൊണ്ടാവും വിധം താനും ചെയ്തു കൊടുക്കാമെന്നും അമ്മു പറഞ്ഞുറപ്പിച്ചുകൊണ്ട് അവരുമായി ഒരു ഒത്തുതീർപ്പിലെത്തി. തിരികെ വീട്ടിലേക്ക് പോയ അമ്മയ വള്ളി പുള്ളി തെറ്റാതെ ശ്യാമളയോട് കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. ഇടി മഹാഭാവി, ആ തള്ളയെ നീ കൊന്നോ എന്നായിരുന്നു ശ്യാമളയുടെ പ്രതികരണം. കുറേ കാലം ജീവിച്ചില്ലേ, ഇനി ആ വഴിമുടക്കി തള്ള ചാവട്ടെ, അമ്മയ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിൽ കയറി വാതിലടച്ചു. കുറച്ചു ദിവസം ആനന്ദവല്ലി ആശുപത്രിയിൽ തന്നെ കിടന്നു. അവരുടെ ജീവന് തന്നെ അപകടമായി കഴിയുന്ന മുറിവായിരുന്നുവെങ്കിലും അനവധി ട്രീറ്റ്മെൻറ്റുകൾക്ക് ഒടുവിൽ അവർ കോമ സ്റ്റേജിലേക്ക് പോയി എന്നല്ലാതെ മരണപ്പെട്ടില്ല. കോമെങ്കിൽ കോമ, കുറച്ചു കാലം കിടക്കട്ടെ തള്ള അങ്ങനെ എന്തൊരു അഹങ്കാരമായിരുന്നു അമ്മു മനസ്സിലോർത്തു. ദിവസങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. രാജീവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഗൗരി ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല എന്നത് സാവിത്രിയെ സംഘർഷത്തിലാക്കി. രുദ്രനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയില്ലെങ്കിൽ അവൾ ഒരിക്കലും കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് സാവിത്രിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതു വിധനെങ്കിലും ഗൗരിയെ രുദ്രൻ്റെ ജീവിതത്തിൽ നിന്ന് അകറ്റണമെന്ന് തന്നെ സാവിത്രി മനസ്സിൽ കണക്കുകൂട്ടിക്കൊണ്ടിരുന്നു. ഈ ഒരു കാലതാമസത്തിനുള്ളിൽ അമ്മുവും രുദ്രനും വല്ലാതെ അടുത്തുപോയി. ആനന്ദവല്ലി അത്തരത്തിൽ കിടക്കുന്ന അവസരം പോലും രുദ്രനോട് അടുക്കാനുള്ള മാർഗമായി അമ്മു കണക്കുകൂട്ടി. അതവൾ ഭംഗിയായി ചെയ്യുകയും ചെയ്തു. രുദ്രൻ തീർത്തും അമ്മുവിലേക്ക് ചുരുങ്ങിപ്പോയ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഗൗരിക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും പിടിച്ചു പറ്റിക്കൊണ്ട് അമിതമായ ആഹ്ലാദ തിമർപ്പിലായിരുന്നു അമ്മു. ഒരു ദിവസം മുത്തശ്ശിയെ കാണാൻ ഒരുങ്ങി തിരിച്ചിറങ്ങിയ രുദ്രനും അമ്മയും ചെന്നുപെട്ടത് ദേവൻ്റെ മുന്നിലേക്കായിരുന്നു. രുദ്രൻ ഏത് പെൺകുട്ടിയുമായാണ് സ്നേഹത്തിലെന്ന് ചിന്തിച്ച് നടക്കുകയായിരുന്ന ദേവൻ്റെ മുന്നിലേക്കാണ് അമ്മയെ കയറി ചെല്ലുന്നത്. അതോടെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നൊരു ഭാവമായിരുന്നു ദേവനിൽ. അന്ന് കൈലാസത്തി വീട്ടിൽ ദേവനും രുദ്രനും കൂടി വല്ലാത്തൊരു വഴക്ക് നടന്നു. അമ്മു കണ്ണുകൾ തുടച്ചു മൂക്ക് വിഴിഞ്ഞുമെല്ലാം അതിമനോഹരമായി തന്നെ തൻ്റെ ദയനീയാവസ്ഥ രുദ്രൻ്റെ മുന്നിൽ ആടിത്തിമർത്തു. ദേവന് ദേഷ്യം പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അന്നേരമാണ് അമ്മയെ തൻ്റെ കയ്യിലുള്ള വജ്രായുധം ദേവന് നേരെ പ്രയോഗിക്കാൻ ഒരുങ്ങിയത്. തുടരും സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്